എടാ ഞാൻ കുറേ നാളായി നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. പറഞ്ഞോളൂ. സംഭവം ഭയങ്കര സീരിയസാ. പറയൂ. നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നു? അല്ല, സീരിയസ് ആണെന്ന് പറഞ്ഞാൽ ഞാനൊന്നും സീരിയസ് ആയത്. എനിക്കൊരാളോട് ഒരു ചെറിയ ഇഷ്ടമാണ്. നിനക്കോ? ആടാ. എന്നിട്ട്? പക്ഷെ എനിക്കതെങ്ങനെ പുള്ളിയോട് പറയണ്ടേന്ന് അറിയത്തില്ല. അതിനിപ്പോൾ എന്താ ഇത്ര വലിയ കാര്യം? നീ നേരിട്ട് പുള്ളിയോട് കാര്യം കൊണ്ട് പറയാം. നേരിട്ടോ? ആ എടി, നേരിട്ട് പറയുമ്പോൾ അതിനൊരു ഫീല് വരണം. അപ്പം അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പം പറയാല്ലേ? പിന്നല്ലാതെ അങ്ങ് പറയണം. ഐ ലവ് യു. കണ്ട, ഇത്രയേ ഉള്ളൂ. ഇതേ കാര്യം ഇവിടെ നേരിട്ടെന്ന് പറഞ്ഞാൽ മതി. ഇപ്പം നിനക്കൊരു ഫീൽ കിട്ടിയില്ലേ? ഇതേപോലെ നേരെ അവിടെ ചെന്ന് പറഞ്ഞാൽ മതി. എടാ, അതാ ഞാൻ പറഞ്ഞേ, ഐ ലവ് യു. ആ, അടിപൊളി. നീ കറക്റ്റാണ്. നീ ഇതേപോലെ അവിടെ ചെന്നിട്ട് പുള്ളിയുടെ മുഖത്ത് നോക്കിയിട്ട് ഈ കാര്യം പറഞ്ഞാൽ മതി. ഓക്കെ? ഓ, വൈകുന്നേരം കാണാം. പൊളിക്ക്. ആടാ, അത് കുഴപ്പമൊന്നുമില്ല. ആ, നീ ഫ്രീയാമൻ എന്നാ വിളിക്ക്. ആ, ശരി ശരി. ഞാനിപ്പോൾ ഇവിടെ ഉണ്ട്. ആ, നീ എന്നാ വിളിക്ക്. ഓക്കെ, വൈകുന്നേരം കാണാം. എന്നാൽ നമ്മുടെ അഭിഷേക് വിളിച്ചതാ. അപ്പോൾ അവനൊന്ന് വൈകുന്നേരം മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്താണ് വീട്ടിലെ പലചരക്ക് സാധനത്തിൻ്റെ ബില്ല് ലിസ്റ്റ് വല്ലതും ആണോ? തുറന്നു നോക്കുന്നേ. എത്രയും പ്രിയപ്പെട്ട ഇഷ്ടമാണ് 100 വട്ടം. കൊള്ളാലോ മോളെ, മൊത്തം പൈങ്കിളി ലൈനാണല്ലോ. ഏതൊക്കെ സിനിമയിലെ ഡയലോഗ് അടിച്ചെടുത്തേക്കുന്നത്? നീ അതിലെ കണ്ടന്റ് മാത്രം നോക്കിയാൽ മതി. ആ, കണ്ടന്റ് കുഴപ്പമൊന്നുമില്ല. മൊത്തത്തിലൊരു പൈങ്കിളി സെറ്റപ്പ് ആണെങ്കിലും പ്രണയം എപ്പോഴും പൈങ്കിളിയാണല്ലോ. എനിക്കിഷ്ടമായി. ശരിക്കും? അപ്പോൾ നേരിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കത്തിലാക്കി വെച്ചേക്കുന്നത് അല്ലേ? ചെറുതായിട്ട് എനിക്ക് തോന്നി. ഇതൊരു കാര്യം ചെയ്യും, പിടി. ഇതേപോലെ ആൾക്ക് കൊണ്ട് കൊടുത്താൽ മാത്രം മതി. ഫ്ലാറ്റാണ്. നിനക്ക് പറയാനുള്ളതൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഒരു ടെൻഷൻ വേണ്ട. ഈ കത്ത് കൊടുത്തിട്ട് പറഞ്ഞാൽ മതി കാര്യം. പോയി കൊടുത്തിട്ട് മോള് വിളിക്ക്. അപ്പോൾ നമുക്ക് വൈകുന്നേരം കാണാം. ഓക്കെ? അവനെ വിളിച്ചൊന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞാലോ. ഹലോ ഹലോ. എടാ, നീ തിരക്കിലാണോ? ഇപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പറഞ്ഞോ. എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? യെസ് മാഡം, എന്താണ് ഹെൽപ്പ് വേണ്ടത്? എടാ, എൻ്റെ വണ്ടി പണിയായി. ഞാനൊന്ന് പിക്ക് ചെയ്യാൻ വരാവോ? വണ്ടിക്ക് എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ സ്റ്റാർട്ട് ആവണില്ല അത്ര തന്നെ. ആ, എന്നാൽ നീ വെയിറ്റ് ചെയ്യാം അവിടെ തന്നെ. ആ, ഞാനൊരു ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വരും. ഊബർ ബുക്ക് ചെയ്യാനാണെങ്കിൽ എനിക്ക് നിന്നെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. വെച്ചിട്ട് പോടാ മരക്കഴുതേ. ഉപകാരം ചെയ്തും പ്രശ്നമാണ്. ഹലോ, വൈകിട്ടൊരു മൂവിക്ക് പോയല്ലോ. ആ പോവാലോ. ആ, എന്നൊരു കാര്യം ചെയ്യും, നീയേ ആ ടിക്കറ്റ് ബുക്ക് ചെയ്യും. പൈസ ഞാൻ ഇട്ടേക്കാം. ഓക്കെ. കോർണർ സീറ്റ് ബുക്ക് ചെയ്യാം, എന്നിട്ട് അവിടെ വെച്ച് പറയാം. ഹലോ. ഹലോ. ആ എടാ, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടേ. കോർണർ സീറ്റാണ് ബുക്ക് ചെയ്തേക്കുന്നത്. കോർണർ സീറ്റോ? എടി, ആ സെൻറ്ററിൽ ഇരുന്നാലേ നമുക്ക് ആ മൂവി കറക്റ്റായിട്ടൊന്ന് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഈ കോർണർ സീറ്റൊക്കെ ബുക്ക് ചെയ്യുന്നതിനോട് ആരാ പറഞ്ഞത്? അത് നിന്നെ ബുക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്നോട് പറഞ്ഞാൽ മതിയല്ലോ. കഴുത, ഇത് ക്യാൻസൽ ചെയ്തേക്ക്. ഇവനെയൊക്കെ. ഹലോ. ഹലോ. എടാ, നീ ഇപ്പോൾ ഫ്രീ ആണോ? ആ, വെറുതെ ഇരിക്കുകയാണ്. എന്നാൽ വീട്ടിലേക്ക് വരുന്നോ? ആരുമില്ലേ? ഇവിടെ ആരുമില്ല. എന്നാ ഞാൻ ഇപ്പോൾ വരാം. ആ, പിന്നെ നിനക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടോ. ഓക്കെ, സെറ്റ്. ഓക്കെ. അച്ഛനമ്മ എപ്പോൾ വരും? അവർ വരാൻ രാത്രിയോ? ആണോ? അപ്പം അതുവരെ നമ്മൾ പൊള്ളിക്കും. അതെ. ഞാൻ പറഞ്ഞ സാധനമൊക്കെ വാങ്ങിയോ? അതൊക്കെ ഞാൻ മറക്കാൻ തോന്നുന്നുണ്ടോ? എവിടെ? ടടേ.
ഇതെന്താ? പെപ്സി ലൈസും നല്ലതാ. അല്ലേ? നീ ഇപ്പൊ എന്തിനാ വന്നേ? വീട്ടിലേ പെങ്ങളുടെ കൊച്ചൊരു കുരിപ്പുണ്ട്. അതാണെങ്കിൽ വന്നിട്ട് എപ്പോഴും ഫോൺ ചോദിച്ചോണ്ടിരിക്കും. സമാധാനമായിട്ട് പബ്ജി കളിക്കാൻ പറ്റില്ല. എടാ വെടി വെക്കാൻ തോക്കൊക്കെ നോക്കാം. വെക്കട വെടി.